നീഡ് ഓഫ് ആർസിഎമാണ്. എന്തിന് നിങ്ങൾ ആർസിഎം ബിസിനസ് ചെയ്യണം അല്ലെ? പുതിയ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സംശയം ഉണ്ടാവും, എന്തിനാണ് ഞാൻ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കേണ്ടത്? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ ഞാൻ എന്തിന് ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം വരുമാനമായിട്ട് എന്തിന് സ്വീകരിക്കണം? ആ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന സ്റ്റേജാണ് ഒരു പുതിയ ന്യൂ കമ്മറെ സംബന്ധിച്ചിടത്തോളം. ഇൻഡസ്ട്രി മനസ്സിലാക്കുന്നേ ഉള്ളൂ, കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കുന്നേ ഉള്ളൂ, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അതിന്റെ കോൺഫിഡൻസ് കിട്ടി. എന്റെ ഫാമിലിക്കും എനിക്കും എന്തിന് ആർസിഎം എന്ന് പറയുന്ന പ്രസ്ഥാനം ആവശ്യമായിട്ടുണ്ട്, അതിനൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾക്ക് ആർസിഎമ്മിൽ ഒരു അച്ചീവർ ആവാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു ക്ലാരിറ്റി വരുത്താനാണ് ഒരു സെഷൻ, നീഡ് ഓഫ് ഡൂയിങ് ആർസിഎം ബിസിനസ്. എന്നോട് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ആർസിഎം ബിസിനസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നമ്മളെ മുന്നിലേക്ക് വെക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഫോർ റിയൽ ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി. എന്തൊക്കെയാണ്? ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി. ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫ്രീഡമാണ്? നമുക്കൊക്കെ ഫ്രീഡം ഉണ്ട് അല്ലെ, എന്തും ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് ലൈഫിലുണ്ട്. പക്ഷെ പലതും നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫിനാൻഷ്യൽ ഫ്രീഡം വേണം അല്ലെ, സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം. നമ്മളെ ഗ്രേറ്റ് വിനോദ് സാറ് പറയാറുണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ആവശ്യവും അത്യാവശ്യവും ആഡംബരവും ഉണ്ട് അല്ലെ. 3 കാറ്റഗറി ആയിട്ട് നമ്മളുടെ ചെലവിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 കാറ്റഗറി ഉണ്ട്. അതിൽ അത്യാവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഒരു പക്ഷേ കടക്കാരായി മാറുന്നത് ഈ അത്യാവശ്യ സേവനങ്ങൾ പോലും നമ്മളുടെ ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി വരുമാനത്തിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, പല ആളുകളും കടക്കാരായിട്ട് മാറുന്നത്. കാരണം അത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ജീവിതമില്ല. കുട്ടികളെ പഠിത്തം, വണ്ടി ഫീസ്, വീട്ടിലേക്കുള്ള ചെലവ്, ഇതൊക്കെ തന്നെ അത്യാവശ്യം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. അത് കഴിഞ്ഞാൽ ആവശ്യമുണ്ട്. ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ സംബന്ധിച്ച് ഒരു ബൈക്ക് ഉണ്ട് വീട്ടിൽ, 2 വീലർ ഉണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ബസ്സില്ലാതെ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ സ്വന്തമായിട്ടൊരു വാഹനമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് 4 വീലർ ഒരു ആവശ്യമാണ്, പക്ഷെ ഒരിക്കലും അത്യാവശ്യമല്ല, ആവശ്യമാണ് അല്ലെ. 4 വീലർ ഉണ്ടെങ്കിൽ ഫാമിലിക്ക് സുഖമായിട്ട് പോവാം, മഴയുള്ളപ്പോൾ സുഖമായിട്ട് സഞ്ചരിക്കാം, വെയിൽ കൊള്ളാതെ സഞ്ചരിക്കാം. അതൊരു ആവശ്യമാണ്, പക്ഷെ അത്യാവശ്യമല്ല. ഈ ആവശ്യവും അത്യാവശ്യവും കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ കയ്യിൽ നമ്മുടെ മന്ത്ലി വരുമാനത്തിനകത്ത് മിച്ചം വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആഡംബരത്തിന് നമുക്ക് ആ വരുമാനം ഇതല്ലേ, നമ്മൾ പറയാനുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇടതുവശത്ത് ഫുഡിന്റെ പേരുണ്ടാവും, വലതുവശത്ത് പ്രൈസ് ഉണ്ടാവും, വില ഉണ്ടാവും. നമ്മളിതിൽ ഏത് നോക്കിയിട്ടാ ഫുഡ് ഓർഡർ ചെയ്യാം? ഒരു സാധാരണക്കാരനാണെങ്കിൽ 100% റൈറ്റ് സൈഡ് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. മെനുവിൽ ആ ഒരു മെനു കാർഡിനകത്തുള്ള ഡിഷിന്റെ പേര് നല്ല പ്രാധാന്യം, റൈറ്റ് സൈഡിലുള്ള വിലയ്ക്കാണ് അല്ലെ. നമ്മുടെ പോക്കറ്റിന് താങ്ങുന്ന ഒരു ഡിഷ് നമ്മൾ ഓർഡർ ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കി ഓർഡർ ചെയ്യാൻ വേണ്ടി അല്ല, ലെഫ്റ്റ് സൈഡിൽ നോക്കി ഓർഡർ ചെയ്യാൻ സാധിച്ചാലോ? പൈസ ഒരു പ്രശ്നമല്ല. നമുക്ക് ആ ഡിഷ്, നമുക്ക് ഇഷ്ടമുള്ള ഡിഷ് നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാ, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയാം. ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി തരും. 2 ടൈം ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിട്ടും ടൈം ഫ്രീഡം ഇല്ലാത്ത ധാരാളം ആളുകളുണ്ട്. ആ ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കാനുള്ള സമയം നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുണ്ട്. 3 എന്താണ്? സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആണ് അല്ലെ. നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബം മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സേഫ്റ്റി എന്ന് പറയും. ഇനി എന്തൊക്കെയാണ് ഇത് നോർമലി ഇത് അച്ചീവ് ചെയ്യാനുള്ള നമ്മുടെ മുന്നിലുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജോലി അല്ലെ. ഇതിലിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ജോലിക്കാരാണ്. എനിക്കറിയാം, നിങ്ങളുടെ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് പല ആളുകളും ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലായിരിക്കും. മറ്റൊരു മാർഗം ബിസിനസ്സാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് ചെയ്യാം. ധാരാളം ബിസിനസ്സുകാർ നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നതാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുന്നതാണ്. 3 പ്രൊഫഷണൽസ് ഞാൻ പറഞ്ഞു, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അത് നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിട്ട് പ്രൊഫഷണൽസ് ആയിട്ടുള്ള മാറിയിട്ടുള്ള ആളുകൾ. ഈ 3 മാർഗങ്ങളാണ് നോർമൽ വേ. നമുക്ക് സാധാഗതിയിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള, ഞാൻ ഈ പറയുന്ന ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി ആസ്വദിക്കാൻ പറ്റുന്ന 3 കാറ്റഗറിയാണ്. അതിൽ പല സാധാ ജോലിക്കാരുണ്ടാവും, ഹയർ പോസ്റ്റിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. ഈ 3 മാർഗങ്ങളാണെങ്കിൽ നമുക്ക് നോക്കാം. ജോബിന്റെ സ്ഥിതി എന്താണ്? ജോലിയുടെ സ്ഥിതി. അൺഎംപ്ലോയ്മെന്റ് ഈസ് സിഗ്നിഫിക്കന്റ്ലി ഹയർ എമൗണ്ട് എഡ്യൂക്കേറ്റഡ് യൂത്ത് കമ്പയർഡ് ടു ദോസ് വിത്ത് ഫോർമൽ സ്കൂളിംഗ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? സാധാ പഠനം പൂർത്തിയാക്കിയ ആളുകളെക്കാൾ തൊഴിൽ രഹിതരുള്ളത് എവിടെയാണ്? ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മേഖലയിലാണെന്നാണ് പറയുന്നത്. കണക്ക് പറയുന്നു, 2024 കണക്ക് പറയുന്നു, റഫ്ലി 67% അൺഎംപ്ലോയിഡ് യൂത്ത്. അതായത്
20-29 വയസ്സിനും ഇടയിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് 1.1 കോടി, അതായത് 1,10,00,000 ആളുകൾ അൺഎംപ്ലോയിഡ് ആണെന്നാണ് പറയുന്നത്. ഏതിലാണ് പറയുന്നത്? ഗ്രാജുവേറ്റ് ആയ ആളുകളാണ് പറയുന്നത്. ഇന്ന് പഠനം കൂടുതലുള്ള ആളുകളാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതൽ. എന്തുകൊണ്ടാണ്? എല്ലാവരും പഠിക്കുന്നവരാണ്. പഴയ കാലഘട്ടമല്ല, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും ഗ്രാജുവേറ്റ് ആണ്. പഴയ പോലെ സ്കൂൾ വിദ്യാഭ്യാസം കിട്ടാത്ത ആളുകളില്ല. അപ്പം എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്കൊന്നൊരു ജോലി കിട്ടുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് ജോബിന്റെ സ്ഥിതിയെങ്കിൽ ബിസിനസ്സും വലിയ വ്യത്യാസമില്ല. 90% ഓഫ് ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് ഫെയിൽ വിത്ത് ദ ഫസ്റ്റ് 5 years. ആദ്യത്തെ 5 വർഷം കൊണ്ട് തന്നെ പൂട്ടിപ്പോകുന്നതാണ് നമ്മളുടെ രാജ്യത്തെ 90% സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ എന്നാണ് പറയുന്നത്. നമ്മൾ പറയാറുണ്ട്, കട ഉദ്ഘാടനത്തിന്റെ ലഡുവും കേക്കൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്, പൂട്ടിപ്പോകുമ്പോൾ നമ്മൾ അറിയാറില്ല അല്ലേ? പലപ്പോഴും നമ്മൾ ഒരു കടയിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ഒരു 5-6 മാസത്തിനിടയിൽ ഒരേ റൂമിനകത്ത് 2-3 ബിസിനസ്സുകൾ കാണാം. അപ്പോൾ പഴയതിന് എന്താ സംഭവിച്ചത്? അത് പലപ്പോഴും അസ്തമിച്ച് പോകുന്നൊരവസ്ഥയാണ്. 3 പ്രൊഫഷണൽസ്. പഴയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഇത് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഒരു പഠനമാണ്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ്, ഒരു 10 വർഷം മുന്നേ എൻ്റെ ഒരു കസിൻ എഞ്ചിനീയറിംഗിന് AWH പോയ സമയത്ത്, അന്ന് അവിടെ 15 വർഷം മുന്നേ സിവിൽ എഞ്ചിനീയറിംഗിന് സീറ്റ് ഒഴിവാകും. കാരണം അന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ് കൂടുതൽ ആളുകൾ. സിവിലിന്റെ സാധ്യത ഒരു 20 വർഷം മുന്നേ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ അവൻ സിവിൽ എഞ്ചിനീയറിംഗിനാണ് കിട്ടിയത്. അവൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് സിവിൽ എഞ്ചിനീയറിംഗ് ഹൈപ്പിലായി. അതുകൊണ്ട് പഠിച്ച് നല്ലൊരു പോസ്റ്റിൽ എന്ത് ചെയ്തു എത്തി. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അവന് മാസ വരുമാനമുണ്ട്. ഇന്നത്തെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ സ്ഥിതി ഈ കാണുന്നതാണ്. ഒരു 2 വർഷം മുതൽ ഒരു 20-25 വർഷം ആ മേഖലയിൽ പണിയെടുക്കുന്ന സമയത്ത് ഒരു 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കിട്ടുന്ന വരുമാനമാണ് 18,000. അത് അതേ കമ്പനിയിൽ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്ത് ഒരു 5 വർഷം ആയി കഴിഞ്ഞാൽ മാക്സിമം 24,000. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 20-25 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് കിട്ടുന്ന പൈസ 44,000 ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ജനറേഷൻ, നിങ്ങളുടെയൊക്കെ മക്കള് ഒരു 25 വർഷം കഴിയുമ്പോൾ 25 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് 44,000 രൂപ വരുമാനം കിട്ടിയാൽ ജീവിക്കാൻ പറ്റുമോ? സാധ്യത കുറവല്ലേ? നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്, പക്ഷെ അതൊരു ജീവിതമല്ല അല്ലെ? പലപ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് പോവാണ്. ഇതാണ് സ്ഥിതി എങ്കിൽ എന്താണ് സൊല്യൂഷൻ? ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താണ് സൊല്യൂഷൻ എന്നുള്ളിടത്താണ് നമ്മുടെ മുന്നിൽ ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി, ഒരു ശരിയായ അവസരം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടൈം ഫ്രീഡത്തിലേക്കും സെക്യൂരിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് എന്ത്? ഡയറക്ട് സെല്ലിംഗ്. അപ്പോൾ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് അറിയാൻ നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്? ഒരു മാനുഫാക്ചറർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അഡ്വർടൈസ്മെന്റ് സഹായത്തോട് കൂടിയിട്ട്, ഏജന്റുമാരുടെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹോൾസെയിൽ കടകളിലും റീറ്റെയിൽ കടകളിലും എത്തിക്കുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കസ്റ്റമർ വാങ്ങിക്കുന്നു. ഇതാണ് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. നമ്മൾ വാങ്ങിക്കുന്ന, നമ്മൾ പറയാറുണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ വാങ്ങിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിനകത്താണ്. ഈ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. ഒരു 50 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം, മാനുഫാക്ചർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മൾ 50 രൂപ നമ്മൾ ചെലവഴിക്കുന്നത് ഇടത്തട്ടുകാർക്കും പരസ്യത്തിനുമാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന വരുമാനത്തിൽ അത്യാവശ്യ സാധനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറിക്കാണ് നമ്മളുടെ മുഴുവൻ പണവും നമ്മൾ ചെലവഴിക്കുന്നത്. പണം അല്ലെങ്കിൽ കടം വാങ്ങിച്ച് നമ്മൾ ചെലവഴിക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. അവിടെ നിങ്ങൾ 50% കൊണ്ടുപോകുന്നത് ആരാണ്? ഇടത്തട്ടുകാരും പരസ്യമാണ്. ഇവിടെ ഡയറക്ട് സെല്ലിംഗ് ഇതുപോലൊരു മാനുഫാക്ചർ ആണ്. എന്ത് ചെയ്യുന്നു? ഈ ഇടത്തട്ടിനെയും പരസ്യത്തിന് ഒഴിവാക്കിയിട്ട് നേരിട്ട് ഉൽപ്പന്നം എന്ത് ചെയ്യുന്നു? കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഒരു 50 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം 70 രൂപയ്ക്കെങ്കിലും കസ്റ്റമർ കിട്ടും. ഇനി എന്താണ് ഈ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഹൈ കോസ്റ്റ് ആണ്. നിങ്ങളുടെ 50% നിങ്ങൾ അവിടെ വെറുതെ ചെലവഴിക്കുകയാണ്. ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ഫ്രീക്വന്റ് പ്രൈസ് ഹൈക്കാണ്, ഹൈ കോസ്റ്റ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ. നമ്മൾ RCM എത്രത്തോളം ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്താ? മാർക്കറ്റിലെ ഇത്രയും ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പഠിച്ച നമ്മളെ മുന്നിലേക്ക് നമുക്ക് താങ്ങുന്ന വിലയിൽ ഹൈ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു ആര്? RCM. നല്ലൊരു കൈയടി നമ്മുടെ RCM കമ്പനി കൊടുക്കാം. ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുന്നു, എന്താ പറയുക, ടാക്സ് കൃത്യമായിട്ട് ഗവൺമെന്റിന് കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിനെങ്കിൽ നമ്മൾ RCMലേക്ക് വരുന്ന സമയത്ത് റീസണബിൾ കോസ്റ്റ് ആണ്, താങ്ങാവുന്ന വിലയാണ്, കൺട്രോൾഡ് പ്രൈസ് ടൈപ്പാണ്. അതായത് കമ്പനി വില കൂട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ മാർക്കറ്റിൽ റോ മെറ്റീരിയലിനോ പെട്രോളിനോ വില കൂടുന്ന സമയത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ? വില കയറ്റുണ്ടാവുള്ളൂ. മാർക്കറ്റിൽ അങ്ങനെയല്ല. ഇടത്തട്ടിൽ ആര് വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും അത് കസ്റ്റമറെ ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. 100% ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, ഒറിജിനൽ പ്രൊഡക്ട്സ് ആണ്. ഇതൊക്കെ തന്നെ നമുക്ക് ജസ്റ്റ് നിങ്ങൾ വാങ്ങിക്കുന്ന കട മാറ്റി നിങ്ങൾ RCM എന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ
നേരത്തെ പറഞ്ഞ ഈ ന്യൂനതകളിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും. ഒപ്പം തന്നെ എന്തുണ്ടാവും? ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ. രണ്ട്, അതിൽ നിന്ന് ഒരു വരുമാന മാർഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഓപ്പർച്യൂണിറ്റി ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഓപ്പർച്യൂണിറ്റി ഈസ് മിസ്ഡ് ബൈ മോസ്റ്റ് പീപ്പിൾ ബിക്കോസ് ഇറ്റ് ഈസ് ഡ്രസ്ഡ് ഇൻ ഓവറോൾസ് ആൻഡ് ലുക്സ് ലൈക്ക് ഹാർഡ് വർക്ക്. അതായത് അവസരം നമ്മുടെ മുന്നിൽ അവസരമായിട്ടല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ അവസരത്തെ നമ്മൾ കാണുന്നത് അവസരമായിട്ടല്ല. നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അതിന് ഓപ്പർച്യൂണിറ്റികൾ എപ്പോഴും നമ്മുടെ മുന്നിൽ ഹാർഡ് വർക്കിന്റെ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഹാർഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല. നമുക്ക് നോക്കാം എന്താണ് പ്രശ്നം. ദ ബെസ്റ്റ് ടൈം ഫോർ എ ന്യൂ ബിഗിനിങ് ഈസ് നൗ. ഒരു പുതിയ ബിഗിനിങ്ങിനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ഇനി ഞാൻ വരാൻ പോകുന്ന ഒരു എക്സാമ്പിൾ പറയാട്ടോ. അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് 2026 അല്ലേ? ഇത് 2026 അല്ലേ? ആ ഉറപ്പുള്ളവരും കൈ കൊണ്ടിരിച്ചത് 2026 ഇതിനും ഉറപ്പില്ലാത്ത ആളുകൾ നാട്ടിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും 2026 നിൽക്കുന്നത്. 2026 നിങ്ങളൊരു ഗ്രാമത്തില് ഒരു അങ്ങാടിയിൽ ഈ കാണുന്ന ആളുകൾ അല്ലേ, ഒരു ഡോക്ടർ ഉണ്ട്, ഒരു എഞ്ചിനീയർ ഉണ്ട്, ഒരു ലോയർ ഉണ്ട്, ഒരു പ്ലാനർ ഉണ്ട്, നെറ്റ്വർക്കർ ഉണ്ട്. അവിടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് ഇതിൽ ആരെയായിരിക്കും? നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവും ആരോടാ? ആ ഡോക്ടറോടാണ് അല്ലേ? ഡോക്ടറോടായിരിക്കും. ഇതൊരു പ്ലാനർ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്ലാനർ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? വലിയ തോട്ടം മുതലാളിമാർ അല്ലേ? ഏക്കർ കണക്കിന് തോട്ടം, ഏലത്തിന്റെ ഒക്കെ തോട്ടമുള്ള ആളുകൾ. ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? അവർ സഞ്ചരിക്കുന്ന വാഹനം, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ടൈം ഫ്രീഡം. ഡോക്ടർ നിങ്ങൾ പറഞ്ഞ ശരി ഉത്തരമാണ്. ഡോക്ടറോട് റെസ്പെക്ട് ഉണ്ടാവും. പക്ഷെ ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം ഒരു വ്യക്തിക്ക് ഒരു പ്ലാനറോടാണ് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഇനി ഒരു കാര്യം പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യക്കുറവ് ആരോടാണ് ഉണ്ടാവുക? നമ്മളോടാ. സംശയമൊന്നും വേണ്ട. നമ്മൾ വിചാരിക്കുക നമ്മൾ വലിയ സംഭവമാണ് അല്ലേ? ഈ സ്റ്റേജിൽ കയറിയ വിനോദ് സാർ എമറാൾഡാ. നാട്ടിൽ പോയാലോ അറിയുന്നവർക്ക് അറിയാം. അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് എന്താ എമറാൾഡ് അല്ലേ? എമറാൾഡിന് 10,000 ആണോ വരുമാനം, 1.5 ലക്ഷം ആണോ വരുമാനം ആർക്കും അറിയില്ല. മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് അറിയില്ല. സ്വാഭാവികമാണ്. അതിനെ സംബന്ധിച്ച് റെസ്പെക്ട് ഉണ്ടാവില്ല. നേരെ ഒരു പ്ലാനറെ സംബന്ധിച്ച് എങ്ങനെയാ? ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് ഹാർഡ് വർക്കാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം അല്ലെ? ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ പ്ലാനറെ സംബന്ധിച്ച് അദ്ദേഹം കിടന്നുറങ്ങിയാലും അല്ലെ, അഫ്കോഴ്സ് അദ്ദേഹത്തിന്റെ പൈസ വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പെട്ടിയിൽ വരും. എന്തുകൊണ്ടാണ്? അതായത് എന്തുകൊണ്ട് നമ്മൾ പുച്ഛിക്കപ്പെടുന്നു? എന്തുകൊണ്ടാണ് നെറ്റ്വർക്കേഴ്സിനെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, സാറേ ആളുകളോട് പറയാൻ പോയാൽ ആളുകൾ എങ്ങനെയാണ് പറയാ, അത് ആളുകൾ കേൾക്കൂല അല്ലെ? നിങ്ങളോടൊക്കെ പറയാറില്ലേ? അല്ലെങ്കിൽ നമുക്ക് അനുഭവമല്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? വൈ? അതിന്റെ കാരണം എന്ന് പറയുന്നത്, ചൈനയിൽ ബാർബർമാർക്ക് നല്ല സ്കോപ്പാന്നാണ് പറയുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ് അവിടെ. ബാർബേഴ്സിന് അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വലിയ പണമാണ്. ഹൗ മച്ച് യു ഏർണിംഗ് ഈസ് ദ ഡിസൈഡിങ് ഫാക്ടർ. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് സമൂഹം നിങ്ങൾക്ക് തരുന്ന റെസ്പെക്റ്റും വാല്യൂം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഹൗ മച്ച് യു ഏൺ. ശരിയല്ലേ? ശരിയല്ലോ? എത്രത്തോളം നിങ്ങൾ സമ്പാദിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളെ സമൂഹം റെസ്പെക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഒരു നെറ്റ്വർക്കറെ സ്റ്റേജ് എന്താണെന്നോ ലെവൽ എന്താണെന്നോ ആർക്കും അറിയില്ല. മാർക്കറ്റിൽ ഒരു സാധാരണക്കാരല്ല. നേരെ മറിച്ച് ഒരു പ്ലാനർ ആണെങ്കിൽ അവർക്ക് എന്താണ്? ഉറപ്പാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കൊരു 10 വർഷം കഴിയുന്ന സമയത്ത് ഈ പിക്ചർ എൻ്റെറായിട്ട് മാറാൻ പോവാം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 2036 നമ്മളുടെ അങ്ങാടിയിൽ, കുന്നമംഗല അങ്ങാടിയിൽ വിനോദ് സാറ് വന്നിരുന്നു കഴിഞ്ഞാൽ റെസ്പെക്ട് കിട്ടിയിരിക്കും. എന്താ കാരണം? 2036 അദ്ദേഹം ഡയമണ്ടാ. മാസ വരുമാനം 25 ലക്ഷം. റെസ്പെക്ട് ചെയ്യില്ല. അദ്ദേഹം ഒരു ബെൻസ് കാറിൽ വന്നിറങ്ങുന്നു. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ, അദ്ദേഹത്തിന്റെ ടീം വർക്ക്, അദ്ദേഹത്തിന്റെ വരുമാനം, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ കാണുന്ന സമയത്ത് റെസ്പെക്ട് ചെയ്യില്ല. നമ്മൾ റെസ്പെക്ട് ചെയ്യാറില്ലേ? ഡയമണ്ട് സുരേന്ദ്രനോട് സാർ വരുന്ന സമയത്ത് നമ്മൾ റെസ്പെക്ട് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരുന്നു, ഇവിടെ വരുന്നു, കൂട്ടിട്ട് സംസാരിക്കുന്നു, പോകുന്നു. അദ്ദേഹത്തിന്റെ വരുമാനം നമുക്കറിയാം. അദ്ദേഹം ഡയമണ്ട് ആണെങ്കിൽ ഞാനൊരു ശാസ്ത്രപരയിലായിരിക്കും. അവര് ഇറങ്ങിയിരിക്കുമ്പോൾ കുറച്ചാളെ കൊണ്ട് ഞാനും കൈയെടുപ്പിക്കും അല്ലേ? അവനെ കൊണ്ട് ഞാൻ സെല്യൂട്ട് എടുപ്പിക്കും എന്ന് പറഞ്ഞില്ല ശ്രീകുമാർ. അതേപോലെ 2036 പിക്ചർ മാറാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇന്നത്തെ അവസരങ്ങളാണ്, അതായത് ഇന്നത്തെ അവസരങ്ങളാണ് നാളത്തെ ഹൈ പെയ്ഡ്. ഇന്നത്തെ ഓപ്പർച്യൂണിറ്റിയാണ് നാളെ വരാൻ പോകുന്ന, നാളെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുതരാൻ പോകുന്നത് ഇന്നത്തെ അവസരങ്ങളാണ്. ഇന്ന് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ അവസരങ്ങളായിരുന്നു. ശരിയല്ലേ? പഠിക്കുന്ന കാലത്ത് പഠിച്ച് ഡോക്ടർ ആയിരുന്നെങ്കിൽ നേരത്തെ ശിവാനന്ദ സാറ് പറഞ്ഞ ഡോക്ടർ റെസ്പെക്ട് നമുക്ക് കിട്ടുമായിരുന്നു. ആ ചാൻസ് നമുക്ക് കിട്ടി, അന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടി. പക്ഷെ അന്ന് എന്തായില്ല, അത് മനസ്സിലായില്ല. അപ്പൊ ഇന്നത്തെ അവസരങ്ങളാണ്. നിങ്ങളെ ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക, അവസരങ്ങൾ, ഇന്നത്തെ അവസരങ്ങൾ അതത് കാലഘട്ടത്തിൽ ആളുകൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഇന്നത്തെ അവസരങ്ങളാണ് നാളത്തെ ഹൈ പെയ്ഡ് ആയിട്ട് മാറാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ ഒരു കറക്റ്റ് ഓപ്പർച്യൂണിറ്റിയിലാണെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് അനന്തമായിട്ടുള്ള സാധ്യതകൾ കൊണ്ടുവരാനുള്ള സാധ്യത. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 20 വർഷം മുന്നേ നമ്മൾ വിവാഹ മേഖലയോട്, നേഴ്സുമാർ ആരെങ്കിലും എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഒരു 20 വർഷം മുന്നേ വിവാഹ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ നേഴ്സുമാർക്ക് വളരെ ലോ ഡിമാൻഡാണ്. നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടോ? മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷെ ഒരു നേഴ്സിന് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കല്യാണ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? അന്ന് ആ ഓപ്പർച്യൂണിറ്റിയുടെ വാല്യൂ മനസ്സിലായി. ഇന്നത്തെ സ്ഥിതി എന്താ? പണ്ടേ കാലത്ത് ഒരു കുട്ടി എത്ര സുന്ദരിയാണെങ്കിലും നേഴ്സാണെങ്കിലും വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് കുട്ടി എന്തായാലും കുഴപ്പമില്ല, നേഴ്സാണെങ്കിൽ കെട്ടാൻ നല്ല നല്ല ആളുകൾ തയ്യാറാണ്, പ്രൊഫഷണൽസ് തയ്യാറാണ്. എന്തുകൊണ്ടാണ്? വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡിന് അങ്ങോട്ട് പോവാം. വിദേശ മാർക്കറ്റിൽ നേഴ്സിംഗിന് കിട്ടുന്ന ഒരു റെസ്പെക്ട്, അവർക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് എന്താണ്? വളരെ വലുതാണ്. സെയിം തന്നെ ഡയറക്റ്റ് സെല്ലിംഗിലും സെയിം തന്നെ നാളെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ ആരും കഴിയുന്നില്ല. അന്ന് നേഴ്സിംഗിന്റെ സാധ്യത മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ തന്നെ ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗിന്റെ സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അന്ന് നേഴ്സിംഗിൽ BSc നേഴ്സിംഗ് കഴിഞ്ഞ ആളുകൾക്ക് ഇന്ന് കാനഡയിലും UK ഫ്രാൻസിലൊക്കെ പോയിട്ട് ലക്ഷങ്ങളാണ് മാസ വരുമാനം. അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഡിഫറെന്റ് ആണ്. അവരുടെ ഫാമിലിയൊക്കെ അവിടേക്ക് പോയി സെറ്റിലായി, അവർ തിരിച്ചു വരുന്നില്ല. പക്ഷെ ഇന്ന് നേഴ്സിംഗിന് ഇഷ്ടം പോലെ ആളുകളുണ്ട്, റൈറ്റ്? ഇന്നൊരു നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 8 ലക്ഷം 10 ലക്ഷം ഒക്കെയാണ്. പക്ഷെ കാര്യമില്ല, എല്ലാ ആളുകളും നേഴ്സിംഗിനാണ്. എല്ലാ ആളുകളും ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്താൽ നമുക്ക് വല്ല വിലയുണ്ടോ? ഉണ്ടോ? ഈ ഹാളിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും എമറാൾഡാണ്. പിന്നെ വിനോദ് സാറിന് നമ്മൾ അമിതമായിട്ട് റെസ്പെക്ട് കൊടുക്കും. നിങ്ങളൊക്കെ എമറാൾഡാ, വിനോദ് സാർ എമറാൾഡാ. വ്യത്യാസമുണ്ടോ? നിങ്ങളൊക്കെ ടെക്നിക്കൽ അച്ചീവറാ, ഞാനും ടെക്നിക്കൽ അച്ചീവറാ. പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. എല്ലാ ആളുകളും ആ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയാൽ പിന്നെ അത് ഓപ്പർച്യൂണിറ്റി അല്ല എന്നാ പറയാം. എല്ലാ ആളുകളും ചെയ്തു തുടങ്ങിയാൽ പിന്നെ ആ ഓപ്പർച്യൂണിറ്റിക്ക് എന്തില്ല, വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാനില്ല, കുതിരയ്ക്ക് അറിഞ്ഞുകൊണ്ടാ കൊമ്പ് കൊടുക്കാത്തത്. അങ്ങനെ വിശ്വസിച്ചാൽ മതി. അതുകൊണ്ടാണ് എല്ലാ ആളുകളും ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാത്തതിന്റെ കാരണം അതാണ് നമ്മൾ ഉറപ്പിക്കുക. അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ എന്താവാൻ പാടില്ല, ഈ ഓപ്പർച്യൂണിറ്റിയെ മാറ്റി നിർത്താൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതാണ് ഒരു 10 കൊല്ലം കഴിയുന്ന സമയത്ത് വരാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ, ഓപ്പർച്യൂണിറ്റീസ് ആർ ഫോർ എവരിവൺ ബട്ട് എവരിവൺ ഈസ് നോട്ട് ഫോർ ഓപ്പർച്യൂണിറ്റി. അവസരങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷേ എല്ലാവരും അവസരത്തിനുള്ളതല്ല, അല്ലെങ്കിൽ അവസരങ്ങൾക്കുള്ളതല്ല. നമുക്കൊക്കെ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന സമയം ഒരേപോലെയാണ് അല്ലേ? എല്ലാവർക്കും സമയം ഒരേപോലെയല്ലേ വിരിച്ചത്? എനിക്ക് 24 മണിക്കൂറാണ്, വിനോദ് സാറ് 24 മണിക്കൂറാണ്, ഈ ഇരിക്കുന്ന എല്ലാവർക്കും 24 മണിക്കൂറാണ്. പക്ഷെ നമ്മളത് ചെലവഴിക്കുന്ന, നമ്മൾ വിനിയോഗിക്കുന്നതിന്റെ അല്ലെ, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ രീതി വ്യത്യാസമുണ്ട്. അതുപോലെ ഡയറക്റ്റ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ കിടക്കുക. പക്ഷെ പല ആളുകൾ എന്ത് ചെയ്യുന്നു, അത് മാറ്റി നിർത്തുന്നു. മല്ലിമുളകും വെക്കണ്ടേ, അല്ലെങ്കിൽ ആളുകളോട് പറയണ്ടേ, മീറ്റിങ്ങിന് വരണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു. അപ്പൊ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ സമൂഹം മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ആ നേഴ്സിന് സംഭവിച്ച അതേ കാര്യം നാളെ ആർക്ക് സംഭവിക്കും? നമുക്ക് സംഭവിക്കുന്നുള്ളത് കാണാനുള്ളൊരു ചിന്തകളി നമുക്ക് ആവശ്യമുണ്ട്. അടുത്ത 10 വർഷം കൊണ്ട്, ഇത് കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഈ ഇൻഡസ്ട്രി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രോത്ത് അതിന്റെ 10 ഇരട്ടി വേഗതയിലാണ് വരാൻ പോകുന്ന 10 വർഷം കൊണ്ട്. 2036 എത്തുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പല ആളുകളും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ധാരാളം ആളുകൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തും. നമ്മൾ പറയാറുണ്ട്, രണ്ട് കണ്ണുള്ളവൻ പ്രൊഡക്റ്റ് കാണുന്നു, മൂന്നാമത്തെ കണ്ണുള്ളവനെ എന്ത് കാണാൻ പറ്റുള്ളൂ? ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, നമ്മളെ ബുദ്ധി എന്ന് പറയാം, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ്. ആ സബ് കോൺഷ്യസ് മൈൻഡുള്ള ആൾക്ക് മാത്രമേ ഈ ഓപ്പർച്യൂണിറ്റി കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ, ദൈവം എല്ലാ ആളുകൾക്കും ആ മൂന്നാമത്തെ കണ്ണ് തുറന്നു കൊടുക്കൂല, എല്ലാവർക്കും അത് ഓപ്പൺ ചെയ്ത് കൊടുക്കൂല. ഇന്നത്തെ പറഞ്ഞു, കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്തതിന്റെ കാര്യം ഡിഫറെന്റ് ആണ്. അതിന്റെ എബിലിറ്റി വെച്ച് തന്നെ കൊമ്പ് കൊടുത്താൽ ശരിയാവില്ല.
അതുകൊണ്ട് എല്ലാ ആളുകളും ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാത്തത് നമ്മളുടെ യഥാർത്ഥ ഓപ്പർച്യൂണിറ്റി ആണ് എന്നത് എന്ന് മനസ്സിലാക്കി RCMൽ നിൽക്കാനുള്ള എന്തുണ്ടാവണം, ഒരു തേർഡായി. ആ തേർഡായി നമുക്ക് ഓപ്പൺ എപ്പോഴാണ് ആ തേർഡായി നമുക്ക് ഓപ്പൺ ആവാൻ ചോദിച്ചു കഴിഞ്ഞാൽ, RCM is a treasure finding business but you have to find it. RCM ഒരു നിധിയാണ്, ട്രഷർ ഫൈൻഡിങ് ബിസിനസ് ആണ്. പക്ഷെ അത് ട്രഷർ ഫൈൻഡ് അല്ലെങ്കിൽ നിധി ഉണ്ടെന്ന് കണ്ടെത്താൻ ആര് തയ്യാറാവണം? ലീഡർമാർ തയ്യാറായാൽ മതിയോ? അവനവൻ തയ്യാറാവണം. നിങ്ങൾ ഓരോ ആളുകളും അത് മനസ്സിലാക്കിയെങ്കിൽ അല്ലെ, എല്ലാ ബിസിനസ്സിനും ഒരു മർമ്മമുണ്ട്, ഏത് ജോലിക്കും ഒരു മർമ്മമുണ്ട്. ആ മർമ്മം മനസ്സിലായ ആളുകൾ മാത്രമേ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മർമ്മം കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുത്ത ആളുകൾ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കുള്ളൂ. 100% ഉറപ്പാണ്. ഞാനൊരു ഉദാഹരണം പറയാം, ഞാൻ ഇതോടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു ട്രഷർ ഫൈൻഡിങ് ബിസിനസ് ആണെന്ന് പറയാൻ ഞാനൊരു ഉദാഹരണം പറയാം. എന്താണ് ട്രഷർ ഫൈൻഡിങ്, അല്ലെങ്കിൽ നിധി കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണമാണ്, ഒരു കുന്നിൻ ചെരുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഒരു 10 ഏക്കർ ഉണ്ട്, ഇത് നിങ്ങളുടെ സ്ഥലമാണ്, അതിൻ്റെ ഓരത്താണ് നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ജോലിക്കാരനായതുകൊണ്ട് തന്നെ എന്നും ഈ 10 ഏക്കറിലൂടെ കണ്ണോടിക്കാനോ അവിടെ സഞ്ചരിക്കാനോ അതിനെ ശ്രദ്ധിക്കാനോ ഒന്നും ഒരു ജോലിക്കാരനെ സംബന്ധിച്ച് കഴിയില്ല. ആ ദിവസങ്ങൾ മുന്നോട്ട് പോയി ഒരു 2-3 ദിവസം ലീവ് കിട്ടിയ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു, ഈ പറമ്പിലൂടെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടല്ലോ അല്ലേ, എല്ലാവരുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണല്ലേ. നമ്മൾ ഫോൺ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ പുതിയ ചിപ്പുകളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങളിങ്ങനെ സഞ്ചരിച്ച സമയത്ത് നിങ്ങളുടെ ഫോണിലെ ചിപ്പ്, ഒരു മെറ്റൽ ഡിറ്റക്ടർ നാളെ അപ്ഡേഷനിൽ ഫോണിൽ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ ഒരു സൗണ്ട്, ഒരു ബീപ്പ് സൗണ്ട്. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചു, വീട്ടിൽ വന്ന സമയത്ത് എന്താണ് എന്ന് ചിന്തിച്ചു. വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ പഴയ ആളോട് എൻക്വയറി ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, പഴയ കാലഘട്ടത്തിൽ ഏതോ യുദ്ധ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഏതോ ഒരു ക്ഷേത്രത്തിലുള്ള സ്വർണമെല്ലാം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു, ആ കിണറിലിട്ടേക്കായിരുന്നു. അത് മൂടിപ്പോയതാണ് കിണർ. പിന്നീട് ആ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഫോൺ അതിൻ്റെ മുകളിൽ എത്തിയ സമയത്ത് ആ നിധി ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അവിടുന്ന് സൗണ്ട് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, നിങ്ങളൊരു ബുദ്ധിയുള്ള ആളാണെങ്കിൽ ഓട്ടോമാറ്റിക് നിങ്ങൾ ഇന്ന് വരെ ആ സ്ഥലത്തോട് കാണിച്ച മനോഭാവം അല്ല ഇനി കാണിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളോടൊരു CCTV നിങ്ങൾ ഫിറ്റ് ചെയ്യൂലേ, അത് നിങ്ങളെ മൊബൈലായിട്ട് കണക്ട് ചെയ്ത് വെക്കും. നിങ്ങൾ അല്ലേ, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പറമ്പുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊക്കെ ഒരു കർഷക ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളായതുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഉടമസ്ഥൻ ഇല്ലെങ്കിൽ ധാരാളം ആളുകൾ പുല്ല് വെട്ടാൻ വരും, അല്ലെ വിറക് കളക്ട് ചെയ്യാൻ ആളുകൾ വരും. മുതലാളിയെ സംബന്ധിച്ച് അത് എപ്പോഴും ശ്രദ്ധിച്ചോളണമെന്നില്ല. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, സാധാരണഗതിയിൽ വരുന്ന ഒരാൾ പുല്ല് വെട്ടാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ CCTVയിലൂടെ നോക്കി കണ്ടിട്ട് അത് ഐഡന്റിഫൈ ചെയ്യും, അദ്ദേഹം എന്താണ് അവിടെ ചെയ്യുന്നത്. കൂടുതൽ അവിടെ ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ നല്ല വില കൂടിയൊരു പട്ടിയെ വാങ്ങി ഇവിടെ കെട്ടിയിടും, പറമ്പിലേക്ക് ആൾ കയറാതിരിക്കാൻ. ചെയ്യൂലേ? നിങ്ങൾക്കൊക്കെ നിധി വേണ്ടാത്ത ആൾക്കാരാ? നിധി കിട്ടിയാൽ വിളിക്കുന്ന ആൾക്കാരാ നിങ്ങളൊക്കെ? കഥയിൽ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യും. എന്താ അവിടെ സംഭവിച്ചത്? വെറുതെ കിടന്നിരുന്ന, അതായത് നിങ്ങളുടെ സ്വത്തിനകത്ത് എപ്പോഴാണ് നിധി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്, അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി, ചേഞ്ചായി. ഇതുപോലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇതിനകത്ത് നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും കഴിയാനുള്ള ഒരു വലിയ നിധി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു മർമ്മം നിങ്ങൾ എന്നാണോ ഐഡന്റിഫൈ ചെയ്യുന്നത്, അന്നാണ് നിങ്ങളുടെ യഥാർത്ഥ മാറ്റം സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അത്തരത്തിൽ വലിയ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഈ ഒരു ബിസിനസ്സിൽ, ഈ ഇൻഡസ്ട്രിയിൽ വരുന്നൊരു 10 വർഷം പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഈ 30 വർഷം കൊണ്ട് ഈ ഇൻഡസ്ട്രി ഉണ്ടാക്കിയതിനേക്കാൾ 10 ഇരട്ടി 20 ഇരട്ടി ഗ്രോത്തിലേക്ക് ഈ ഇൻഡസ്ട്രി പോകാൻ പോവാണ്. ആ സമയത്ത് ഇന്നിരിക്കുന്ന ആളുകളുടെ പിൻലെവൽ 10 ഇരട്ടിയും 20 ഇരട്ടിയും മാറുകയാണെങ്കിൽ നമ്മുടെയൊക്കെ പിൻപോഷൻ എവിടെയായിരിക്കും എന്നുള്ള ചിന്താഗതിയും കാഴ്ചപ്പാടും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ജയ.